നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. മിനിഞ്ഞാന്ന് നമ്മുടെ ബ്രസീൽ പുറത്തായി, ഇന്നലെ പോർച്ചുഗൽ പുറത്തായി, ഇന്ന് അർജൻറ്റീനയുടെ ഊഴമാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അപ്പം ഇന്നത്തെ അർജൻറ്റീന വേഴ്സസ് ഈജിപ്ത് മത്സരത്തിൻ്റെ റിവ്യൂവിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിഹാബ് സാർ ഉണ്ട്. അപ്പം വെൽക്കം ഷിഹാബ് സാർ. ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. മിനിഞ്ഞാന്ന് ബ്രസീൽ, പിന്നാലെ പോർച്ചുഗൽ, ഇന്ന് അർജൻറ്റീനയ്ക്ക് മടക്ക ടിക്കറ്റ് ആകുമോ? ഒരുപാട് കിരീട പ്രതീക്ഷകൾ വന്ന ഒരുപാട് ടീമുകൾ. അപ്പോൾ അത് ബ്രസീലിൻ്റെത് ഇപ്പോൾ ഈ ടൂർണമെൻറ്റിലേക്ക് വന്നപ്പോൾ അത്ര ഹോട്ട് ഫേവറേറ്റ്സ് ഒന്നും ആയിരുന്നില്ല, വലിയ അമിത പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ പോർച്ചുഗൽ തോറ്റു. പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അത്രമാത്രം നല്ലൊരു സ്ക്വാഡ് ഡെപ്തുള്ള ടീമായിരുന്നു പോർച്ചുഗൽ. പിന്നെ അതുമാത്രമല്ല, ക്രിസ്ത്യാനോയുടെ അവസാന വേൾഡ് കപ്പായിരുന്നു ആ നിലയിലും. പിന്നെ ഒരുപാട് ഇമോഷൻസൊക്കെ അതിലൊക്കെ പ്രതിഫലിക്കേണ്ടതായിരുന്നു. എന്തായാലും നല്ല പ്രകടനം ഉണ്ടായില്ല, അവരും പുറത്തുപോയി ഓരോ ടീമുകളായിട്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അവസാനത്തെ 8 ടീമുകളിലേക്ക് ഒതുങ്ങുകയാണ് ടൂർണമെൻറ്റ്. ഇപ്പോൾ അർജൻറ്റീനയ്ക്കും കൂടി ഒരു മടക്ക ടിക്കറ്റ് ആവുമെന്നാണ് ചോദ്യം. അർജൻറ്റീനയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈജിപ്തായിട്ടാണ് കളി. അർജൻറ്റീനയുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിലവിൽ. അതായത് ഇപ്പം അർജൻറ്റീനയുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റൗണ്ട് ഓഫ് 32-ലാണ് അർജൻറ്റീനയുടെ പ്രശ്നങ്ങൾ ഏറ്റവും എക്സ്പോസ് ചെയ്യപ്പെട്ടത്. ഒന്ന്, ഗ്രൂപ്പ് തലങ്ങൾ അത് പ്രകടമായിരുന്നില്ല. ഒന്ന്, മെസ്സി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ടീം ആക്ച്വലി എന്താ പറയുക, ടീം ആ രീതിയിൽ അങ്ങോട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, അതേപോലെ ടീമുകളും തന്നെ അത്രമാത്രം വളരെ സ്ട്രോങ് ആയ ടീമുകളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കടലാസിൽ കബ് വെർദെ സ്ട്രോങ് ടീമൊന്നും ആയിരുന്നില്ല. പക്ഷെ കളിച്ച സമയത്ത് എന്താണ് കബ് വെർദെ എന്ന് പറയുന്നത്, വെറുതെ വന്ന ടീമല്ല എന്ന് അർജൻറ്റീനയെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടീമിനും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി. അത് മാത്രമല്ല, അർജൻറ്റീനയുടെ ഏറ്റവും നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മെസ്സിയെ ഓവർ ഡിപ്പെൻഡൻസ് ആണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ടീമായിട്ട് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കനത്ത വില കൊടുക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. ഏതായാലും ഇന്ന് ഈജിപ്തിനെതിരെ അത് പരിഹരിക്കപ്പെടും, അർജൻറ്റീന മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത്. കോച്ച് ചില ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലിയാൻഡ്രോ പെരേഡസിനെ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പോകുന്നു എന്നാണ് ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് വിശകലനം ചെയ്തുകൊണ്ട് അർജൻറ്റീൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. കോച്ച് ഇന്നാളെ കളിപ്പിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പെരേഡസിൻ്റെ എബിലിറ്റിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ എടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അൽമേഡക്ക് പകരമാണ് അദ്ദേഹം വരിക. അപ്പോൾ അദ്ദേഹം വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകും. കാരണം ഡിഫൻസീവ് മിഡായിട്ട് പെരേഡസിനെ അവിടെ കളിപ്പിക്കും. അങ്ങനെ വന്നാൽ അലക്സിസ് മാക്കലിസ്റ്ററെ മുന്നോട്ട് കയറ്റാൻ പറ്റും. എൻസോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ റോളിലുണ്ടാവും. അതുപോലെ റോദ്രിഗോ ഡിബോളുണ്ടാവും. മുന്നേറ്റത്തിൽ ഇപ്പോൾ ലൗട്രോ അത്ര ഫോമിലല്ല, ആ ഒരു പെനാൽറ്റി ഗോൾ അടിച്ചത്. ഹൂലിയൻ അൽവാരസും ഫോമിലല്ല, പക്ഷേ ഹൂലിയനെ മെസ്സിക്കൊപ്പം കളിപ്പിക്കുമെന്ന് പറയുന്നു. ഫെക്കുണ്ടോ മെദീനയ്ക്ക് പകരം ഇടതുപാർശ്വത്തിൽ ടാഗ്ലിയാഫിക്കോയും വരുന്നു. സെറ്റല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂലേ? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. കാരണം കഴിഞ്ഞ കളിയിൽ, ഗബോദയുള്ള കളിയിൽ അർജൻറ്റീനയുടെ എല്ലാ മേഖലയും എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. ഒന്ന്, ആക്രമണം. മെസ്സി അല്ലാതെ വേറെ ഗോളടിക്കാൻ ആളില്ല. ഒന്ന്. മറ്റൊന്ന്, മിഡ്ഫീൽഡ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇതേപോലെ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞൊരു ലാക്ലസ്റ്റർ പെർഫോമൻസ് ആയിരുന്നു അർജൻറ്റീനയുടെ ഭാഗത്ത്. രക്ഷപ്പെട്ടതാണെന്ന് പറയാം. ഡിഫൻസ് ഒരുപാട് എക്സ്പോസ് ചെയ്യപ്പെട്ട കളി കൂടിയായിരുന്നു അതിൽ. പെട്ടെന്ന് എന്താണ് പല രീതിയിൽ ചിലത് ക്ലിയർ ചെയ്യപ്പെടേണ്ടതൊക്കെ നല്ല രീതിയിൽ അതൊന്നും ഒരു ക്ലാരിറ്റി, ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് അർത്ഥശങ്കക്കില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. പല രീതിയിൽ വെച്ച് എന്താ പൊട്ടുന്നുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, മാറ്റങ്ങൾ ഇല്ലാതെ ശരിയാകില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഫൻസൊക്കെ കാത്തുസൂക്ഷിച്ചാൽ ഗോളടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരാൾ മാത്രം ഗോളടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡിപ്പെൻഡൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു അർജൻറ്റീന എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ 1986-ലെയും 90-ലെയും 2 അർജൻറ്റീന ഉണ്ടായിരുന്നു. 1986 നമുക്കറിയാം, അർജൻറ്റീന വേൾഡ് കപ്പ് മറഡോണ ഏതാണ്ട് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അത് മറഡോണൻ്റെ ഒരു ഹീറോയിക്സ് ആണ്. ആക്ച്വലി എന്താ പറയുക, നമ്മൾ അന്ന് 14 ഗോളാണ് അർജൻറ്റീന ടോട്ടൽ അടിച്ചത്. അതിൽ 10-ലും മറഡോണൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. 5 ഗോൾ അടിച്ചു, 5 ഗോൾ ഡയറക്റ്റ് ആയിട്ടുള്ള അസിസ്റ്റും ഉണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരു ഇൻഫ്ലുവൻസ്, നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ശരാശരി ടീമായിട്ടുള്ള അർജൻറ്റീന വേൾഡ് കപ്പ് നേടിയത്. 90-ലേക്ക് വന്നപ്പോൾ
മറഡോണക്ക് ഒരു ആംഗിൾ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ മുടന്തിയിട്ടാണ് ഫൈനൽ. ഒരിക്കലും ഫൈനൽ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല. ഗ്രൂപ്പ് മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ കാമറൂണിനൊക്കെ തോറ്റ് 3 പോയിന്റ് നേടിയിട്ടാണ് പിന്നെന്ത് ചെയ്യുന്നത്, മുടന്തിയിട്ട്. ആ കളിയിൽ അർജന്റീന മൊത്തം 5 ഗോൾ അടിച്ച് ഫൈനലിൽ എത്തി. 7 കളികളിൽ 5 ഗോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം മറഡോണ എല്ലാം ചെയ്തു തരും എന്നുള്ള രീതിയിൽ നിന്ന ഒരു സമയമായിരുന്നു എന്നുള്ളതാണ്. മറഡോണ കേസിൽ എന്ന് വെച്ചെങ്കിൽ ആംഗിൾ ഇഞ്ചറി ഉണ്ടായിരുന്നു. 2 കളി ടൈ ബ്രേക്കറിൽ ഷൂട്ടൗട്ടിലൂടെ കടന്നുകൂടി. യുഗോസ്ലാവിനായിട്ട് ഇറ്റലിനായിട്ട്, ഫൈനലിൽ ജർമ്മനിയായിട്ട് തോറ്റു. അപ്പോൾ വളരെ ഒരു മങ്ങിയ എന്താ പറയുക, വേറെ ഒരു മറഡോണ അല്ലാതെ വേറെ ആളും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഉള്ള ഒരു വിഷയമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും അങ്ങനെ മുന്നേറൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനൽ വരെ മുടന്തി എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ആക്ച്വലി നമുക്ക് പറയാവുന്ന ഇപ്പോൾ നിലവിൽ അർജന്റീന മുന്നേറുന്നുണ്ട്. നിലവിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. റൗണ്ട് ഓഫ് 32 കടന്ന് 16 എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കളികളിലേക്ക് വരുമ്പോൾ വളരെ ആധികാരികമായിട്ടാണോ വേറൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണോ എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്കലോനിയും ഇതാണ് പറഞ്ഞത്. ഞങ്ങൾ 4 കളി കളിച്ച് 4 വിജയിച്ചിട്ടുണ്ട്. പിന്നെ വേൾഡ് കപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. മറ്റു ടീമുകളും വലിയ ആധിപത്യത്തോടുകൂടി ഒന്നല്ലേ ജയിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു പരാഗ്വയ്ക്കെതിരെ. അതുപോലെ തന്നെ പോർച്ചുഗലിനെതിരെ സ്പെയിൻ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. മെക്സിക്കോക്കെതിരെ ഇംഗ്ലണ്ടിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതുപോലെയൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ അന്ന് മറഡോണയെ ഡിപ്പെൻഡ് ചെയ്ത പോലെ ഇന്ന് പൂർണ്ണമായിട്ടും മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറ്റാനാണ് ഇപ്പോൾ കോച്ച് ചെയ്താലും പരിശ്രമിക്കുന്നത്. ടീമിൻ്റെ ഈ ഒരു ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ വരുമ്പോൾ അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അലക്സിസ് മാക്ലിസ്റ്റർ മുന്നേറ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആകുമ്പോൾ കുറേ കൂടി കാര്യങ്ങൾ ശരിയാവും. പിന്നെ പരേഡസ് മികച്ചൊരു ഡിഫൻസീവ് മിഡുമാണ്. പിന്നെ ഇവിടെയുള്ള പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഡിഫൻസ് പൊട്ടി എന്ന് പറയുന്നത് സെൻറ്റർ ബാക്കുമാരുടെ ഇഷ്യൂ ആയിരുന്നില്ല. അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസ് ആണെങ്കിലും നമ്മുടെ ക്യൂട്ട് റൊമേറോ ആണെങ്കിലും നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 വിങ്ങിലായിരുന്നു പ്രശ്നങ്ങൾ. മോളിനക്ക് ഇപ്പോഴും ഒരു പകരക്കാരില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞ കളിയിൽ മെദീന ശരിക്കും സെൻറ്റർ ബാക്കൊക്കെ ആയിട്ടാണ് അധികം കളിക്കാറുള്ളത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തെ ടാഗ്ലിയാഫിക്കോ ഉണ്ടായിട്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ 2 മത്സരങ്ങളിൽ ടാഗ്ലിയാഫിക്കോക്ക് പരിക്കായ സമയത്ത് ഇദ്ദേഹം ഇറങ്ങി നന്നായി കളിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അത് മാറ്റി അവിടെ വീണ്ടും ടാഗ്ലിയാഫിക്കോയെ തന്നെ പോസ്റ്റ് ചെയ്യുകയാണ്. അന്ന് കെബർദ അടിച്ച ഒരു ഗോള് ഇടത് വിങ്ങിലൂടെയും മറ്റൊന്ന് വലത് വിങ്ങിലൂടെയാണ് വന്നത് എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം ഈ ഇടത് വിങ്ങിൽ ടാഗ്ലിയാഫിക്കോ. പക്ഷേ മൊളീനയുടെ വിഷയം, മൊളീന ആണെങ്കിലും മൊണ്ടിയിലാണെങ്കിലും വേൾഡ് കപ്പിൽ അത്ര നല്ലൊരു പ്രകടനം നടത്തിയിട്ടില്ല. ഇതേപോലെ തന്നെ നല്ലൊരു റീപ്ലേസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ പരദേശിനിപ്പോൾ വരുന്ന എനിക്ക് തോന്നുന്ന ഒന്ന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ സ്റ്റിൽ അവിടെ ഒരു പ്രോബ്ലം നിൽക്കുകയാണ്. ആ ഒരു വിങ്ങിൽ അവിടെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുള്ളതാണ്. അത് കളിയിലൂടെ തന്നെ നമുക്ക് കാണേണ്ട എന്താണ് സ്കലോണി ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടു, ഇപ്പോൾ മൊളീനെ ആയിരുന്നാലും ഇനി അതിന് പകരം വന്ന മോണ്ടിയലായിരുന്നാലും ഇപ്പോൾ 2 പേരും ആക്ച്വലി എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു വീക്ക്നെസ് വളരെ പ്രകടമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് എന്ത് പരിഹാരം എന്നുള്ളതാണ്. സിക്കോ അതുപോലെ നമ്മുടെ ഒമർ മർമോഷ് എന്നുള്ളവരൊക്കെ ആ സൈഡിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. മറുഭാഗത്ത് ഇപ്പം സലയുണ്ടാവും. അപ്പോൾ ഈജിപ്ത് ഓസ്ട്രേലിയയെ ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. ഈജിപ്ത് അർജൻറ്റീനയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തു. ഇപ്പോൾ കേപ്പ് വെർദെ നന്നായി വെല്ലുവിളി ഉണ്ടാക്കി. അതുപോലെയൊക്കെ ഈജിപ്ത് അവരെക്കാൾ മികച്ച ടീമാണെങ്കിൽ പോലും അതിനുള്ളൊരു കപ്പാസിറ്റി ഈജിപ്തിനുണ്ടോ അർജൻറ്റീനയെ വെല്ലുവിളിക്കാൻ? ആഫ്രിക്കൻ നാഷൻസ് റെക്കോർഡ് ടൈം നേടിയുള്ള ടീമാണ് ഈജിപ്ത്. ആഫ്രിക്കയിൽ വളരെ പുലികളാണ് ഈജിപ്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പലതും വരികയാണെങ്കിൽ ഇപ്പോൾ കേപ്പ് വെർദെ എന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ആദ്യത്തെ വിജയം വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും നോക്കൌട്ട് സ്റ്റേജിലേക്ക് അഡ്വാൻസ് ചെയ്തു. ഈജിപ്തിന്റെ ആദ്യ വിജയമാണ്. ഈജിപ്ത് ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ കളിച്ചുള്ള ടീമാണ്. പക്ഷേ ഈജിപ്തിനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അർജന്റീനക്ക് നേരിടാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒന്നുകിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈജിപ്ത് ആകുമായിരുന്നു. ഓസ്ട്രേലിയയെക്കാളും നല്ലത് നേരിടാൻ ഈജിപ്താണെന്നല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഈജിപ്ത് വന്നു കണ്ടെങ്കിൽ അർജന്റീന കളിക്കാൻ പറ്റുമെന്ന് എനിക്കുള്ളൊരു വിശ്വാസമുണ്ട്. കളിക്കാൻ പറ്റും. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒന്നുകൂടി ലോ ബ്ലോക്ക് ഡിഫൻസിലേക്ക് പോകുന്ന ടീമാണ്. ഒന്നാട് ആക്ച്വലി ഡിഫൻസ് വളരെ സ്ട്രോങ് ആക്കി ഗോളടിക്കാൻ അധികം പഴുത് കൊടുക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഈജിപ്തിനെ ഏറ്റവും കളി ഷൂട്ടൗട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഷൂട്ടൗട്ടിലാണ് ഈജിപ്ത് ജയിച്ചിട്ടുള്ളത്.
പക്ഷേ ഈജിപ്ത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടിയൊക്കെ ആക്രമിച്ച് കളിക്കുകയും അതിനനുസരിച്ച് ആ രീതിയിൽ എന്താ പറയുക ഒക്കെ നമ്മൾ മറ്റുള്ളവരെ കുറച്ചുകൂടിയൊക്കെ കളിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചോളം കളിക്കാനുള്ള ഒരു സ്പേസ് കുറച്ചുകൂടിയൊക്കെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ അവരവരുടെ സ്ട്രക്ചർ വിടൂല, കൃത്യമായിട്ട് അവർ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. സംഭവം ഒന്ന് ഫ്രസ്ട്രേറ്റ് ആക്കുമായിരുന്നു അർജന്റീന. കഴിഞ്ഞ വേൾഡ് കപ്പിന് എക്സാമ്പിളാണ്. അതെ, കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ അതിന് എക്സാമ്പിളാണ്. ഇവിടെ പക്ഷേ ഈജിപ്ത് ആയതുകൊണ്ട് കുറച്ചുകൂടി സ്പേസ് കിട്ടുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യും അർജന്റീനയ്ക്ക് ആണ് പ്രതീക്ഷിക്കുന്നത്. ഈജിപ്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന സൂപ്പർ താരങ്ങളുണ്ട്. ഒമർ മർമോഷ്, സിറ്റിയുടെ ഒമർ മർമോഷും, അതുപോലെ തന്നെ മോസല, ഇനി ഞാൻ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ സിക്കോ മറുഭാഗത്തുണ്ട്. പിന്നെ നമ്മുടെ ബാഴ്സലോണയുടെ യുവതാരം ഹംസ അബ്ദുൽ കരീം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ 18 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തെ കളിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അറ്റാക്കിംഗ് പവർ അവർക്ക് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മറുഭാഗത്ത് എത്രത്തോളം അവർ ഇപ്പം ഇബ്രാഹിം അതുപോലെ തന്നെ റാബിയയും ചേർന്നാണ് അവരുടെ ഡിഫൻസ് കാക്കുന്നത്. അതുപോലെ തന്നെ ഷൊബൈറാണ് ഗോൾ കീപ്പർ. ഇത് പൊട്ടിക്കാൻ ലയണൽ മെസ്സിയുടെ ഒരു മാജിക്ക് എത്രത്തോളം വേണ്ടി വരും, അതല്ല ഹൂലിയൻ ഇന്ന് ടച്ച് വീണ്ടെടുക്കുമോ, എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗോളടിച്ചേ തീരൂ. അപ്പം ലയണൽ മെസ്സിയെ മാത്രം നമ്മൾ ഗബവർത്തിലുള്ള കളിയിൽ മെസ്സി തുടക്കത്തിൽ വളരെ ഫ്രഷ് ലെഗോട് കൂടിയിട്ട് നല്ല പെർഫോമൻസ് ഗോൾ അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ മെസ്സി പഴയ പോലെ പറ്റിയിട്ടില്ല. ഫിസിക്കലി 39 വയസ്സായില്ലേ. ഇപ്പോൾ ക്രിസ്ത്യാനോ നേരിടുന്ന അതേപോലെ തന്നെ ഇപ്പോൾ പോർച്ചുഗൽ നേരിടുന്നൊരു വിഷയം എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കരിയറിൻ്റെ അവസാന സമയങ്ങളിലാണ് ആക്ച്വലി എന്താ പറയുക ഫുട്ബോൾ കരിയറിൽ. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് എന്താ പറയുക ഇവർക്ക് സപ്പോർട്ടീവ് ആകുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ആവണം. ഇവരൊക്കെ ഫോർവേഡ്സിലാണെന്നുണ്ടെങ്കിൽ യൂലിയസ് ആണെന്നെങ്കിൽ ലോത്തറോ മാർട്ടിനസ് ആണെങ്കിലൊക്കെ ആ രീതിയിൽ മെസ്സിക്ക് കൂടുതലായിട്ട് ഭാരമില്ലാതെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ അവ തുടക്കത്തിൽ ആക്ച്വലി മെസ്സിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മൾ ഫിസിക്കലി നല്ല ഷേപ്പിലായിരിക്കും. പക്ഷെ ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇനി കളി അതേപോലെ ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ടെങ്കിലാണ് മെസ്സിക്കും കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റു നമ്മൾ ഈ ഇൻഡിവിജ്വൽ മാത്രമുള്ള പെർഫോമൻസ് ബ്രില്യൻസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും. അതാണ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മെസ്സി 120 മിനിറ്റും കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർണർ കിക്കുകൾ അത് ഗോളാക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്കുകൾ ഗോളാവുന്നു. എല്ലാത്ത വന്നൊരു ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ ലോച്ചെൽസോൻ്റെ ഒരു ഫ്രീ കിക്ക് മാത്രമാണ്. പിന്നെ ഒരു പെനാൽറ്റിയാണ് ലൗട്രോ അടിച്ചത്. കഴിഞ്ഞ കളിയിലാണെങ്കിൽ ലിച്ചാൻഡ്രോ മാർട്ടിനസ് ആണ് ഗോളും അസിസ്റ്റും കൊടുത്തത്. കഴിഞ്ഞ 3 കളികളിലും മെസ്സിയുടെ ഒരു ക്യൂട്ടി റൊമേറോയുടെ ഹെഡറാണ് ഈ ഓൺ ഗോളായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഫോർവേഡിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷനോ മധ്യനിരയിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷനോ കഴിഞ്ഞ കളികളിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ഒരു ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കോച്ച് നടത്തിയിട്ടുള്ളത്. കോച്ച് ഇന്നലെ എങ്ങനെ കളിക്കും എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം പറയുന്നുണ്ട്. അതായത് എതിർ ടീമിൻ്റെ ട്രാൻസിഷൻ അവർ പെട്ടെന്ന് ട്രാൻസിഷൻ നടത്തി നമ്മളെ ഹേർട്ട് ചെയ്യാതിരിക്കുക, അതിന് നമ്മൾ നോക്കണം. നമ്മൾ ബോൾ നന്നായിട്ട് ബോൾ പൊസിഷൻ കൈവശം വെച്ച് നമ്മളത് ശ്രദ്ധിക്കണം. അവർ ഒരു 5-6 പാസ്സൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് അങ്ങ് കയറി വരാം, അത് തടയാനുള്ള ശ്രമങ്ങളിലേക്ക് കൂടി പോകും എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് ഒന്ന് ശക്തമാക്കേണ്ടതുണ്ട് എന്നൊരു ഫീല് കഴിഞ്ഞ കളിക്ക് ശേഷം കോച്ചിന് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഡിഫൻസ് സ്ട്രോങ് ആക്കണം. ഇൻറ്റൻസിറ്റി ഇപ്പോൾ കഴിഞ്ഞ കളി ഗബവർത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് അർജൻറ്റീന ഭാഗത്തുനിന്ന് ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നില്ല. നല്ല കളി നമ്മൾ കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞില്ല. ഒരു ഗോൾ അടിച്ചു, ഗോൾ അടിച്ചതിന് ശേഷം എന്ന് പറയുന്നു നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ച എന്താണ് ഒന്നുകൂടി ഒരു ആർത്തിരക്കുന്ന തിരമാല പോലെ പോയിട്ട് വീണ്ടും തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ രീതിയിൽ ഉണ്ടായില്ല. പിന്നെ വളരെ പതുക്കെ അലസമായ രീതിയിൽ പാസ് ശരിക്കും എന്താ പറയുക വിരസമായ രീതിയിൽ അങ്ങനെ പോകുന്നു, മെല്ലെ പോകുന്നു. പക്ഷെ പിന്നെ അവരെ കളിക്കാൻ അനുവദിക്കുന്നു, അവരെ ഗോള് മടക്കാൻ അനുവദിക്കുന്നു. അപ്പോൾ ഓരോ പിന്നെ അതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിയിട്ട് രണ്ടാമത് അടുത്ത ഗോൾ അടിക്കുകയാണ്, പിന്നെ വീണ്ടും തിരിച്ചു വരെ ഗോൾ അടിക്കാൻ. ആ രീതിയിലേക്ക് എന്താ പറയുക ഒരിക്കലും ഒരു കൺട്രോള് നിയന്ത്രണം പോകാതെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണ വരുതിയിൽ കളി നിലനിർത്തുന്ന രീതിയിൽ വേണം കളി കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അതിന് കഴിയുന്ന ടീമാണ് അർജന്റീന. പക്ഷെ എന്തുകൊണ്ടാണ് അത് ആറ്റിറ്റ്യൂഡ് അപ്രോച്ചിൻ്റെ ഒരു വിഷയമാണെന്നുള്ളതാണ്. ആ ഒരു ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെറുതെ പോലൊരു ടീമിനോട് അങ്ങനെ സ്ട്രഗിൾ ചെയ്തപ്പോൾ അത് ഒരർത്ഥത്തിൽ നല്ലതാണ്, ഒരു വേക്കപ്പ് കോളാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിഹരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ടീമിനെ സ്കലോനി കളിക്കളത്തിലേക്ക് വിടാൻ പോകുന്നത്. അപ്പോൾ ഈ കളി ജയിച്ച് അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി. എതിരാളികളായിട്ട് സ്വിറ്റ്സർലൻഡ് ഓർ കൊളംബിയ കളി നടക്കുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കുന്നു? ആ കളിയിൽ ആര് ജയിച്ചു കയറുന്നതാണ് പ്രതീക്ഷിക്കുന്നത്?
അത് ആര് വന്നാൽ അർജന്റീനക്ക് ഗുണമാവും, അതും കൂടി പറയണം. ലാറ്റിൻ അമേരിക്കയിലാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് കളി നടക്കുന്നത്. കൊളംബിയ മിന്നുന്ന ഫോമിലാണ്. കൊളംബിയ എന്ന് പറയുന്നത് ഫിസിക്കലി കളിക്കാനും കൂടി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ടീമാണ്. എസ്പെഷ്യലി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസായിട്ട് വരുമ്പോൾ ആ ഒരു വീറും വാശിയും പൊതുവെ ഉണ്ടാകാറുണ്ട്. നമ്മൾ കോപ്പ അമേരിക്കയിലൊക്കെ കാണുന്നതാണ് കൊളംബിയ ഇപ്രാവശ്യം നല്ലൊരു സ്ക്വാഡും നല്ല ടീമുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് സ്വിറ്റ്സർലൻഡ് വരുന്നതായിരിക്കും അർജന്റീനയെ സംബന്ധിച്ച് എളുപ്പം നല്ലത്. കൊളംബിയ വന്നു കഴിഞ്ഞെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലൻഡ് വരാൻ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ കൊളംബിയയുടെ ക്യാമ്പിലൊരു വൈറസ് പിടിപെടുകയും അത് പല താരങ്ങളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഹാമിസ് റോഡ്രിഗസ് അത് പറയണ്ടേ, അദ്ദേഹത്തെയും ബുദ്ധിമുട്ടിച്ചു. സോ ഫിസിക്കലി അത്ര ഒരു ഫിറ്റ് അല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഇനി അത് അർജന്റീനയ്ക്ക് അനുകൂലവും. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിന് ഇതുപോലെ പല താരങ്ങൾക്കും അസുഖവും മറ്റു പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ മുമ്പ് വേൾഡ് കപ്പിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ കൊളംബിയക്ക് സംഭവിച്ചാൽ സ്വിറ്റ്സർലൻഡ് കയറി വരുമോ എന്നുള്ളതാണ് ചോദ്യം. അർജന്റീനയ്ക്ക് തീർച്ചയായിട്ടും കൊളംബിയ വരാത്താണ് നല്ലത്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലൊക്കെ നമ്മൾ കണ്ടതാണ്, അവർ കട്ടക്ക് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നല്ല ടീമുണ്ട് താനും. അപ്പോൾ അതിനേക്കാൾ സ്വിറ്റ്സർലൻഡൊക്കെയാണ് ക്വാർട്ടർ ഫൈനലെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാവുകയും ചെയ്യും. അർജന്റീനയുടെ പാത്തല്ലെങ്കിലും ഏതെങ്കിലും വഴിക്ക് അതിങ്ങനെ എളുപ്പമായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇന്നത്തെ കളി അർജന്റീന വേഴ്സസ് ഈജിപ്ത്, സാർ എന്ത് പ്രതീക്ഷിക്കുന്നു? ആര് ജയിക്കും? എന്ത് ഗോൾ മാർജിനാണ്? മെസ്സിയുടെ ഗോളടി മേളം തുടരുമോ? 7 ഗോളായിട്ടുണ്ട് മെസ്സി ഇപ്പോൾ ഇതുവരെ എല്ലാ കളികളും ഗോൾ അടിച്ചിട്ടുണ്ട്. അതെ, ഈജിപ്തിനായിട്ട് ഒരു ഗോള് മെസ്സി അടിക്കുമെന്ന് തോന്നുന്നു. കാരണം പ്രധാനമായിട്ടും അർജന്റീനയിൽ ഗോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടൊന്നും മെസ്സി തന്നെയാണ് നിലവിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നോട്ട് വരണം നിലവിലിപ്പം. അപ്പോൾ ഒരു ഗോള് മെസ്സി എന്തായാലും അടിക്കണം. അപ്പോൾ നല്ല മാർജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സി 2 കുറയും. എനിക്ക് തോന്നുന്നു ഒരു 2 ഗോളിന് അർജന്റീന ഒന്ന് ജയിക്കുമെന്ന് വിചാരിക്കേണ്ടത്. മെസ്സിയുടെ ഗോൾ മെസ്സി ഒരു ഗോളെങ്കിലും ഉണ്ടാവും, ഒരു ഗോൾ അടിക്കുന്ന മിനിമം ഒരു ഗോൾ മെസ്സി അടിക്കും, ഗ്യാരണ്ടിയാണെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം 7 ഗോളുകളായിട്ട് ഹാലൻഡും എംബാപ്പയും മെസ്സിയും ഒരുമിച്ച് നിൽക്കുകയാണ്. മെസ്സി ഒരു ഗോൾ കൂടി ഈ റൗണ്ടിൽ തന്നെ അടിച്ചാൽ മെസ്സിക്ക് തന്നെ വീണ്ടും ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ഈജിപ്തിനെതിരെ മെസ്സി ഗോൾ അടിക്കേണ്ടതാണ്. അപ്പം ഒരു 2 ഗോളുകൾക്കെങ്കിലും 2-0 വിജയമാകാം, അല്ലെങ്കിൽ 3-1 ആവാം, ഒക്കെ സംഭവിക്കാം. കാരണം സലാക്ക് അവിടെ അപ്പുറത്ത് മർമോഷൻ സലാക്ക് ഉള്ളതുകൊണ്ട് തിരിച്ചടിക്കൂല എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഒരു 2 ഗോൾ മാർജിനിൽ അർജന്റീനയുടെ വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാളെ നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും കാണാം.